ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ 65 ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ സാധാരണ വലിയ കഷ്ണങ്ങളായിട്ട് വറക്കാറുണ്ട് ചിക്കൻ. അപ്പോൾ ഇന്നൊന്ന് 65 ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ 65. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ കുറച്ച് ചെറിയ പീസസ് ആയിട്ട് നല്ലോണം ചെറുതാക്കിയിട്ടില്ല, ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മസാലാസൊക്കെ ഇടാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി. ഇനി എരിവിന് വേണ്ടി കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡറിന് ഒട്ടും എരിവുണ്ടാവില്ല, ചെറിയൊരു എരിവുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയും എല്ലാം ഇടണം. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ് നല്ല കളർ വരും, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചിക്കനിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഗരം മസാല പൗഡറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂണോളം, ഇതുകൊണ്ടാണ് കേട്ടോ, ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ, ഒരു ഹാഫ് ചെറുനാരങ്ങ. തൈരാണ് ഏറ്റവും ബെറ്റർ, തൈരില്ലാത്തതുകൊണ്ടാണ് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ, ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിയും കോൺഫ്ലോറാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം, ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1.5 ഇട്ടാൽ മതി കേട്ടോ. കുഞ്ഞു വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണത്, അപ്പോൾ അവളോടാണ് പറയണത് അത്ര മതി. അപ്പോൾ 1.5 ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. തരിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മറന്നു പോയതാണ്, അതും കൂടി ഇടണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് അരച്ച് വെച്ചിട്ടുള്ളതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കട്ടി പേസ്റ്റായിട്ട് മിക്സ് ചെയ്യണം, ലൂസായി പോവരുതേ. മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ കുഞ്ഞു ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മിക്സ് ആക്കുക. ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് ഈ കോലത്തിലാക്കിയിട്ടുണ്ട് കുഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞു കൈ ഒന്ന് മാറ്റണേ. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അതിലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് കുഴച്ചിട്ട് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നല്ലത്. ഇപ്പോൾ തലേ ദിവസമൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം, രാത്രി അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പരട്ടി വെച്ചത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഫ്രൈ ആകുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പപ്പടവും കൂടി ഇങ്ങനെ വറുത്തിട്ടാൽ നല്ലതാണ് കേട്ടോ. കറിവേപ്പില ഞാൻ വറുത്തിട്ടില്ല, പപ്പടം വറുത്തിട്ടുണ്ട്.